വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഈ ആഴ്ചയിലും ഈ നിലയിൽ കർത്താവിനോട് ചേർന്ന് കർത്താവിനെ മാത്രപ്പെടുത്തുവാൻ നമുക്ക് കർത്താവ് അവസരം തന്നു ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ക്രിസ്ത്യ ജീവിതം എത്ര വിലപ്പെട്ട ജീവിതമാണ്. ഈ ലോകത്തിൽ നിന്നും ദൈവം നമ്മെ തനിക്ക് വേണ്ടി വേർപെടുത്തിയ കൂട്ടമാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള അറിവ് എത്ര ശ്രേഷ്ഠമാണ്. ഒരു കാലത്ത് ഇസ്രയേൽ സകല ജാതികളിൽ നിന്നും ദൈവം തനിക്ക് വേണ്ടി വേർപെടുത്തിയ കൂട്ടമായിരുന്നു. ഇന്ന് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് കർത്താവ് തൻ്റെ സഭയായി ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ മാറ്റി. അങ്ങനെ മാറ്റപ്പെട്ട ആ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ശരിയായ ബോധ്യം അനേർക്കും ഇല്ല. എന്നാൽ നമുക്ക് ആ സത്യത്തെക്കുറിച്ചുള്ള ശരിയായിരിക്കുന്ന അറിവ് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ആത്മാവിൽ കർത്താവ് പ്രകാശിപ്പിച്ചതെന്ന് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മൾ കർത്താവുള്ളവരായി കർത്താവിന് പ്രിയരായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായ ദൈവത്തിൻ്റെ ജനം എത്രമാത്രം ജാഗരൂകരായിരിക്കണം, എത്രമാത്രം ഉത്സാഹികളായിരിക്കണം എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം വിശുദ്ധന്മാർ സന്തോഷിക്കേണ്ട വിഷയങ്ങൾ എന്നുള്ളതായിരുന്നു. വിശുദ്ധന്മാർ എന്ന് പറയുന്നത് തന്നെ എത്ര അത്ഭുതമല്ലേ. കാരണം ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടവരായിരിക്കുന്ന ഈ ലോകത്തിൽ, എല്ലാവരും പാപികളായി കഴിയുന്ന ഈ ലോകത്തിൽ നമ്മൾ വിശുദ്ധന്മാർ എന്ന് പറയുമ്പോൾ അത് തന്നെ എത്ര ഉന്നതമായ ഒരു കാര്യമാണ്. ആരാണ് നമ്മളെ വിശുദ്ധരാക്കിയത്? നമ്മുടെ കർത്താവ്. കർത്താവിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ച, പാപക്ഷമം പ്രാപിച്ച എല്ലാവരും ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാരാണ്. അതുകൊണ്ട് ഈ വിശുദ്ധന്മാർ സന്തോഷിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ചിന്തിക്കുക, നമ്മൾ സന്തോഷിക്കേണ്ട വിഷയങ്ങളിൽ രണ്ട് കാര്യം നമ്മൾ കാണുകയുണ്ടായി. ഒന്ന്, നമ്മൾ കണ്ടത് നമ്മുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെട്ടതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. കാരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും എന്ന് നമ്മൾ വെളിപ്പാട് 20:15 വായിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. അപ്പോൾ എൻ്റെ പേർ ജീവപുസ്തകത്തിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവൻ പ്രാപിക്കുമ്പോൾ. എപ്പോഴാണ് നമ്മൾ ജീവൻ പ്രാപിച്ചത്? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ. കാരണം യേശു ക്രിസ്തുവിൽ മാത്രമേ ജീവനുള്ളൂ, അവിടുന്ന് മാത്രമാണ് ജീവൻ. ആ ജീവൻ നമുക്ക് കർത്താവിലൂടെ ആ വിശ്വാസത്തിലൂടെ പ്രാപിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ പേർ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടവർ മാത്രമേ ആ പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയുള്ളൂ. അത് നമ്മൾ വെളിപ്പാട് 21-27 കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി. ഇന്ന് ഞാൻ മൂന്നാമത്തെ സന്തോഷിക്കേണ്ട വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് നമ്മൾ റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. ആശയിൽ സന്തോഷിപ്പിൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആശയിൽ സന്തോഷിപ്പിൻ. നോക്കുക, രക്ഷിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ആശയുണ്ട്. ആശ നമുക്കുണ്ടായപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാനിടയായി തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് പാപമോചനം ലഭിക്കും എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉരുവാക്കി. നമ്മൾ റോമാലേഖനം തന്നെ 8-ാം അധ്യായം 24-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ഈ ഒരു വലിയ പ്രത്യാശ നമുക്ക് ലഭിച്ചു. തിരുവചനം കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പാപികളായി നമ്മളെ രക്ഷിക്കാൻ വന്നു എന്നുള്ള ആ സത്യം കേട്ടപ്പോൾ നമ്മളിൽ ആശ ഉളവാകരുത്. ആ ആശയിൽ നമ്മൾ കർത്താവിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം നമ്മളെ രക്ഷിക്കുവാനും ഇടയായി തീർന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തായിരിക്കണം? നമ്മുടെ ആശയിൽ നമ്മൾ സന്തോഷിക്കണം. എന്നാൽ
ഞാൻ പറയുന്നത് ഈ ആശയെക്കുറിച്ച് വിവിധമായ ശബ്ദങ്ങൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മഹത്വം നമുക്ക് കൂടുതലായി മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ആശയെക്കുറിച്ച് വർണ്ണിക്കുന്നതായിരിക്കുന്ന 9 ശബ്ദങ്ങൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് ഒന്ന് ചൂണ്ടിക്കാണിക്കാം എന്ന് ആഗ്രഹിക്കുക. അപ്പോൾ ഈ ആശയുടെ സവിശേഷതകളിൽ ഒന്നാമത്തെ കാര്യം 1 പത്രോസ് 1:3 നമ്മൾ വായിക്കുന്നു, ഇത് ജീവനുള്ള പ്രത്യാശ എന്ന്. ജീവനുള്ള പ്രത്യാശ നോക്കുക, എത്ര വലിയ കാര്യമാണ്. 1 പത്രോസ് 1:3 വാക്യമാണ് ജീവനുള്ള പ്രത്യാശ. അപ്പം നമ്മൾ ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആ പ്രത്യാശയ്ക്കൊരു രീതിയിലും ഭംഗം വരത്തില്ല. ആ പ്രത്യാശ നൽകിയിരിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്, എന്നേക്കും ജീവിക്കുന്നവനാണ്. നോക്കുക, നമ്മളൊരു വ്യക്തിയിൽ ആശ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാനായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെന്ന് വരാം. കാരണം ഏതെങ്കിലും നിലയിൽ താനൊന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വ്യക്തിയിലുള്ള ആശ നഷ്ടമാകുകയാണ്. എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആശ അത് ജീവനുള്ള പ്രത്യാശയാണ് എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും അതിന് മാറ്റമുണ്ടായില്ല. അല്ല, ആ നമുക്ക് പ്രത്യാശ നൽകിയ വ്യക്തി മാറിപ്പോകുന്നില്ല, ഇല്ലാതാകുന്നില്ല. അത് ജീവനുള്ള പ്രത്യാശയാണ്. നമുക്കറിയാം, പത്മോസ് ദ്വീപിൽ അപ്പസ്തലനായ യോഹന്നാന് വെളിപ്പെടുമ്പോൾ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1:18 കർത്താവ് പറഞ്ഞെന്തുവാ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും എൻ്റെ പക്കലുണ്ട്. ഇന്ന് താൻ ജീവനുള്ളവനായി എന്നേക്കും ജീവിക്കുന്നവനായി താൻ ആയിരിക്കുന്നു. നോക്കുക, അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആശയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള ആശ എന്നുള്ളതാണ്. ജീവനുള്ള ആശ. രണ്ടാമത്തെ സവിശേഷത നമ്മൾ വായിക്കുന്നത് തീത്തോസിന്റെ ലേഖനം 1:2 വാക്യമാണ്. അത് നിത്യജീവന്റെ പ്രത്യാശ. നിത്യജീവന്റെ പ്രത്യാശ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവൻ നിത്യജീവനാണ്. ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ജീവനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിത്യജീവന്റെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവനിലുള്ള പ്രത്യാശ. ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളിലും അവരിൽ 3 നിലയിലുള്ള ജീവനുണ്ട്. ഇത് എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായില്ല. എന്നാൽ ഞാൻ നാസിക് സഭയിൽ ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എത്ര പേർക്ക് ഈ കാര്യം അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോ വ്യക്തിയിലും 3 ജീവനുണ്ട്. ഏതൊക്കെ ജീവനാണ് ഉള്ളതെന്ന് അറിയാമോ? ഒന്ന് മനുഷ്യൻ്റെ ജീവൻ, അത് നമ്മുടെ ജന്മത്താൽ നമുക്ക് ലഭിച്ചതാണ്, മനുഷ്യൻ്റെ ജീവൻ. 2 പൈശാചിക ജീവൻ, ഇത് ആദാം പാപം ചെയ്തപ്പോൾ തലമുറയായി നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവനാണ്, പൈശാചിക ജീവൻ. 3 ദൈവിക ജീവൻ, ഇതെല്ലാവർക്കും ഇല്ല. ഇത് വീണ്ടും ജനിച്ച ദൈവമക്കൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ലോകത്ത് കാണുന്ന എല്ലാവരിലും 2 ജീവൻ തീർച്ചയായിട്ടും ഉണ്ട്. ഒന്ന് മനുഷ്യജീവനും 2 പൈശാചിക ജീവനും. എന്നാൽ മൂന്നാമത്തെ ഒരു ജീവനുണ്ട്, ദൈവിക ജീവൻ. ഈ ജീവൻ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. കാരണം ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതൊക്കെ ഇത് പെട്ടെന്ന് മനസ്സിലായില്ല. ഇനി ഞാൻ ഇതിൻ്റെ നിവാസ സ്ഥാനം കൂടെ ഒന്ന് പെട്ടെന്ന് പറയാം, കാരണം നിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ജീവൻ എന്നുള്ളത് നമ്മുടെ ദേഹിയിൽ അല്ലെങ്കിൽ പ്രാണനില്ല, നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ. പൈശാചിക ജീവൻ എന്നുള്ളത് നമ്മുടെ ജഡത്തില, ശരീരത്തിൽ. ദൈവിക ജീവൻ എന്നുള്ളത് നമ്മുടെ ആത്മാവില. ഇതാണ് ഈ ജീവന്റെ ഇരിപ്പിടങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വേറൊരു ക്ലാസ് ഇടാം. അത് വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളിത് ഏത് ജീവനാൽ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കണം. അത് ആത്മീയ ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വിഷയം ആശയുടെ 9 നിലയിലുള്ള ആശ എന്നുള്ള വിഷയത്തിൽ രണ്ടാമത്തെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഇത് നിത്യജീവന്റെ പ്രത്യാശയാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ദൈവിക ജീവൻ. അപ്പം നമ്മൾ ഇന്ന് ദൈവിക ജീവൻ ഉള്ളവരാണ്.
ദൈവത്തിൻ്റെ ജീവനാൽ ജീവിക്കണം. ജീവൻ നമ്മളെ ഭരിക്കണം. ജീവൻ നമ്മളെ ഭരിക്കണം. ആ ജീവനാൽ ഭരിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നത്. അത് നമ്മുടെ ജീവനാലല്ല, ദൈവിക ജീവനാൽ. അപ്പോൾ ദൈവിക ജീവനാൽ നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് ആത്മാവുള്ള നടത്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, അപ്പോൾ ഇവിടുത്തെ വിഷയം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയാണ്. മൂന്നാമത് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് അതേ തീത്തോസ് അതിൻ്റെ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ അവിടെ 2 പ്രത്യാശയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യകരമായ പ്രത്യാശ. അതിന് ആദ്യം നമ്മൾ വായിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ എന്നാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശ ഭാഗ്യം. നമ്മുടെ നാട്ടിലൊക്കെ പറയല്ലേ, എടാ ഭാഗ്യക്കുറി അടിച്ചടാ, ഭാഗ്യം കിട്ടിയടാ എന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമായിട്ട് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഇതാണ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന മാനവജാതിയിൽ നിന്നും ദൈവം നമ്മളെ തനിക്കായിട്ട് തിരഞ്ഞെടുത്തില്ല എങ്കിൽ നമുക്ക് ഈ ഭാഗ്യകരമായ പ്രത്യാശ ലഭിക്കില്ല. ഇത് നമ്മുടെ ഏതെങ്കിലും കഴിവുകൊണ്ട് ലഭിച്ചതല്ല, ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചതാണ്. അതുകൊണ്ട് ആ പ്രത്യാശയ്ക്ക് പറയുന്ന പേരാ ഭാഗ്യകരമായ പ്രത്യാശ. ഭാഗ്യവശാൽ രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു നടത്തിപ്പ് അവിടെ ഉണ്ടായി. അത് ദൈവത്തിൻ്റെ ആത്മാവിന്റെ നടത്തിപ്പ് തന്നെയാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ വളരെ വിലപ്പെട്ട കാര്യമല്ലേ. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാൽ, ഭാഗ്യവശാൽ. അപ്പോൾ ഈ പ്രത്യാശ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവികമായ ദാനമായിട്ട് ലഭിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. എന്നിട്ട് അതിൻ്റെ തന്നെ ബി പാർട്ടിൽ നമ്മൾ വായിക്കുന്നത് തേജസ്സിൻ്റെ പ്രത്യാശ എന്ന അതേ വാക്യം. തീത്തോസ് 2:12 തേജസ്സിൻ്റെ പ്രത്യാശ. നമുക്കറിയാം, നമുക്ക് ഈ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ലഭിക്കാനിരിക്കുന്ന തേജസ്സിനെ കുറിച്ച് പ്രത്യേകം നമുക്കറിയാം. നമ്മൾ റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. കണ്ടോ, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ദൈവ തേജസ് ലഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരായി തീരുവാനൊരു ദിവസം വരുന്നു. അപ്പോൾ ആ വലിയൊരു പ്രത്യാശയിലാണ് നമ്മൾ ജീവിതം കഴിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മളും തേജസ്കരിക്കാൻ പോവുകയാണ്. നമ്മുടെ ഈ ബലഹീനമായിരിക്കുന്ന ദ്രവത്വമുള്ള ഈ ശരീരത്തിൽ നിന്നും നമ്മൾ തേജസ്സുള്ളവരായി, തേജസ്സുള്ള ശരീരത്തോടു കൂടി നമ്മൾ മാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തേജസ്സിൻ്റെ പ്രത്യാശ. തേജസ്സിൻ്റെ പ്രത്യാശ. 5-ാമതായിട്ട് നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അത് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. സ്വർഗത്തിൽ നമുക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. നോക്കുക, അപ്പോൾ നമ്മുടെ ഈ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. കാരണം അത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആർക്കെങ്കിലും ഏതെങ്കിലും ഇതിൽ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല, അപഹരിക്കാൻ പറ്റുകയില്ല, ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ നോക്കുക, നമ്മുടെ ഈ പ്രത്യാശ എത്ര ഭദ്രതയുള്ള പ്രത്യാശയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രത്യാശ ഒരിക്കലും ഭംഗം വരത്തില്ല. ആ പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ എന്നാണ്. എന്നിട്ട് 6-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് അത് കൊളോസ്യർ 1:27 ആ പ്രത്യാശ അതൊരു മർമ്മമാണെന്നാണ് വായിക്കുന്നത്. അതെന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. അത് എത്ര വലിയ വിഷയമാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഈ പ്രത്യാശ എന്ന് പറയുന്നത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നമുക്കറിയാം, വിശേഷം എന്ന് പറയുന്നത് അത് വേറൊരു വിശേഷം മാത്രമല്ല, അതൊരു വ്യക്തിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് പറയുന്ന പോലെ ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ ഈ പ്രത്യാശ എന്നുള്ളത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ പറയുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 2 തെസ്സലോനിക്കർ 2:14 വായിക്കുന്നുണ്ട്, അവൻ്റെ മഹത്വം പ്രാപിക്കാനാണ് നമ്മൾ സുവിശേഷ ഘോഷണത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കുക, അപ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശ. ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ഒരു ദിവസം കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും.
നമ്മൾ കർത്താവ് താൻ ആയിരിക്കുന്ന പോലെ നമ്മൾ ആയിത്തീരും. ആ നമ്മുടെ ഈ ശരീരം ഇതെല്ലാം മാറിയിട്ട് അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരായി മാറ്റപ്പെടും. ഇതെത്ര വലിയ കാര്യമാണ്, എത്ര വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ അവിടുത്തെ മഹത്വം പ്രാപിക്കാനുള്ള നമുക്ക് മഹത്വത്തിൻ്റെ പ്രത്യാശ എന്നാണ് ആ പ്രത്യാശയെക്കുറിച്ച് കൊളോസ്യർ 1:27 വായിക്കുന്നത്. 7ാമത്തെ കാര്യം രക്ഷയുടെ പ്രത്യാശ. 1 തെസ്സലോനിക്കർ 5:8. രക്ഷയുടെ പ്രത്യാശ. രക്ഷിക്കപ്പെട്ട നമുക്കല്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് പ്രത്യാശയിലാണ്. ഇനി നമ്മൾ ജീവിക്കുന്നതും ഈ പ്രത്യാശയിലൂടെയാണ്, രക്ഷയുടെ പ്രത്യാശയിലാണ്. ഇനിയും നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. നമുക്കറിയാം, രക്ഷ എന്നുള്ളത് ത്രികാല അനുഭവമാണ്. നാം രക്ഷിക്കപ്പെട്ടു, പ്രത്യാശയിൽ രക്ഷിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ പ്രത്യാശയിലാണ് ജീവിക്കുന്നത്. ഇനിയും നമ്മൾ പ്രത്യാശയിൽ രക്ഷിക്കപ്പെടാൻ പോകുന്നു. നമ്മൾ എബ്രായലേഖനം 9:28 വാക്യത്തിലല്ലേ വായിക്കുന്നത്? തന്നെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകുന്ന. അപ്പോൾ അവിടെ രക്ഷയ്ക്കായി. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടവരല്ലായിരുന്നു. ഇനി എന്ത് രക്ഷയാ? അതെ, നമ്മുടെ ഈ ശരീരത്തിൻ്റെ രക്ഷ. അപ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ ആത്മാവിൽ നീതിയിരിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രാണനിൽ അല്ലെങ്കിൽ ദേഹിയിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നാം രക്ഷിക്കപ്പെടും എവിടെ? ശരീരത്തിൽ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ പൂർണ്ണമാകുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം പൂർണ്ണമാകും. വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ്. അനേക വിശുദ്ധന്മാർക്കും ഈ ത്രികാല രക്ഷയെക്കുറിച്ചൊക്കെ വളരെ പരിമിതമായിട്ടുള്ള അറിവേ ഉള്ളൂ. നമ്മളതൊക്കെ അറിയണം. നമ്മൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു ശരിയായ നിലയിലുള്ള ഒരു വിശുദ്ധി നയിക്കാൻ പറ്റൂ. അപ്പോൾ 7ാമത്തെ കാര്യമാണ് രക്ഷയുടെ പ്രത്യാശ. ഇനി 8ാമത്തെ കാര്യം, ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് മലയാളത്തിലുള്ള ആ പരിഭാഷ തെറ്റാ. ആത്മാവിൻ്റെ നങ്കൂരമല്ല, പ്രാണന്റെ നങ്കൂരം എന്നാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചില ശബ്ദങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹിന്ദിയിലൊക്കെ പ്രാൺ കി രക്ഷ എന്ന് പറഞ്ഞാൽ പ്രാൺ കാ ഉദാ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാണന്റെ രക്ഷയെക്കുറിച്ചാണ്. പ്രാണന്റെ രക്ഷയ്ക്ക് ഒരു നങ്കൂരമാണ് ഈ പ്രത്യാശ എന്ന് നോക്കുക. അപ്പോൾ ഈ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാൻ കഴിയുന്നത്. ഇന്ന് സാഹചര്യങ്ങളെല്ലാം പാപത്തിലേക്ക് നമ്മളെ വീഴിക്കുന്ന സാഹചര്യങ്ങളാണ്. എന്നാൽ അതിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രത്യാശ കൊണ്ടാണ്. കാരണം ഞാനൊരു ദൈവവേദനാണെന്നും എൻ്റെ കർത്താവ് വരാറായിരിക്കുന്നു, അവിടുത്തെ വരവിൽ എനിക്ക് അവിടുത്തോട് ചേരണം. അതുകൊണ്ട് ഈ പ്രത്യാശ ഭരിക്കുന്ന ഒരു വ്യക്തി, അവരെക്കുറിച്ചാണ് 1 യോഹന്നാൻ 3:3 വായിക്കുന്നുണ്ട്. ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് പാപത്തിൽ വീഴാതെ നമ്മളെ തന്നെ നമ്മൾ കാക്കണം. അത് 1 യോഹന്നാൻ 5:18 യോഹന്നാൻ പറയുന്നുണ്ടല്ലോ, അവർ തന്നെ താൻ സൂക്ഷിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മളായിരിക്കുന്നത് ഒരു ദുഷ്ടലോകത്തിലാണ്, പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ്. നമ്മൾ വസിക്കുന്ന ഈ ശരീരം അത് പാപത്തിലേക്ക് വീഴുവാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു ശരീരമാണ്. അപ്പോൾ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ വസിക്കുന്ന ലോകം, നമ്മളായിരിക്കുന്ന ഈ ജഡം, നമ്മുടെ ശത്രുവായ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വിളിക്കുന്ന പിശാച്, ഇവനെല്ലാം നമ്മുടെ ശത്രുക്കളായി നമ്മുടെ പാപത്തിലേക്ക് വീഴിക്കുവാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പ്രാണന് ഒരു നങ്കൂരം ഇടുക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പുള്ള കാര്യമാണ്. ആ കപ്പൽ പിന്നെ ഇളകത്തില്ല. 4 വശത്തു നിന്നും അതിനെ നങ്കൂരമിടും. നമ്മുടെ ഇന്ത്യൻ നേവിയിൽ അവർ നടുക്കടലിലേക്ക് അവരവിടെ കപ്പൽ കിടക്കുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അവിടെ നിൽക്കും. അത് അങ്ങോട്ടും ഒഴി നടക്കത്തില്ല. കാരണം 4 വശത്തു നിന്നും നങ്കൂരമിടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര പ്രതികൂലമുണ്ടായാലും അതിനെ അതിജീവിക്കുവാൻ കഴിയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശ എന്ന നങ്കൂരം ഉള്ളതുകൊണ്ടാണ്. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാ കാറ്റും വരുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ കഴിയുന്നത്
നമുക്ക് ഈ പ്രത്യാശ എന്ന നങ്കൂരം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ്. എത്ര വിലപ്പെട്ട കാര്യമല്ലേ ദൈവത്തിൻ്റെ കരുതലുകൾ. പ്രിയമുള്ളവരെ, ഈ പ്രത്യാശയുള്ളൊരു വ്യക്തി ഒരിക്കലും നിരാശയിലാണ്ട് അവർ ആത്മഹത്യയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അങ്ങനെ തൻ്റെ ജീവനെ ഒടുക്കിക്കളയുന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. അല്ലേ? നമുക്ക് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. അപ്പോൾ ഈ പ്രത്യാശ നമ്മുടെ പ്രാണന്റെ നങ്കൂരമാണ്. പ്രാണന്റെ നങ്കൂരമാണ്. 9ാമത്തെ കാര്യം അതേ എബ്രായർ 6:19. 7. ഞാനിപ്പോൾ വായിച്ചത് 6:19 ഇനി ഞാൻ പറയുന്നത് എബ്രായർ 7:19. ഏറെ നല്ല പ്രത്യാശ. എന്താണ് പറയുന്നത്? ഏറെ നല്ല പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലുതായിട്ടൊരു പ്രത്യാശയില്ല. ഇതിനേക്കാൾ വലുതായിട്ടൊരു പ്രത്യാശയില്ല. ഏറെ നല്ല പ്രത്യാശ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ഏറെ നല്ല പ്രത്യാശ. ഇതിനേക്കാൾ നല്ലതൊന്നും നമുക്ക് തരാനില്ല. ഇത് തന്നെ എത്ര വിലപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം എല്ലാ ദൈവിക ദാനങ്ങളും ഏറ്റവും ഉന്നതമായവയാണ്. ഒരിക്കലും ഈ ലോകത്തിൽ നമുക്ക് തരാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 9 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാൻ പെട്ടെന്ന്. 1, അത് ജീവനുള്ള പ്രത്യാശയാണ്. 1 പത്രോസ് 1:3. 2, അത് നിത്യജീവന്റെ പ്രത്യാശയാണ്. തീത്തോസ് 1:2. 3, അത് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശയാണ്. കൊളോസ്യർ 1:3. 4, അത് തേജസിന്റെ പ്രത്യാശയാണ്. തേജസിന്റെ പ്രത്യാശ അത് തീത്തോസ് 1 തീത്തോസ് 2 ഞാൻ പറഞ്ഞതിൽ ചെറിയ വീഴ്ച സംഭവിച്ചു. 3ാമത്തെ കാര്യം ഭാഗ്യകരമായ പ്രത്യാശ. അപ്പോൾ 1 ജീവനുള്ള പ്രത്യാശ, 2 നിത്യജീവന്റെ പ്രത്യാശ, 3 ഭാഗ്യകരമായ പ്രത്യാശ. തീത്തോസ് 2:12. അതേ വാക്യത്തിൽ തന്നെയാണ് 4ാമത്തെ കാര്യവും തേജസിന്റെ പ്രത്യാശ. നാം കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. 5, നമുക്ക് സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അത് കൊളോസ്യർ 1:3. 6, മഹത്വത്തിന്റെ പ്രത്യാശ. അത് കൊളോസ്യർ 1:27. 7, ഇത് രക്ഷയുടെ പ്രത്യാശയാണ്. 1 തെസ്സലോനിക്കർ 5:8. 8, ഇത് പ്രാണന്റെ നങ്കൂരമെന്ന പ്രത്യാശയാണ്. പ്രാണന്റെ നങ്കൂരമെന്ന പ്രത്യാശ. 9, ഏറെ നല്ല പ്രത്യാശ. എബ്രായർ 7:19. അപ്പോൾ ചിന്തിക്കുക, അപ്പോൾ നമുക്ക് ഈ പ്രത്യാശ ഇന്ന് നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഒരു കാര്യം, രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും ദൈവത്തിന്റെ കൃപയാൽ, കർത്താവിന്റെ വലിയ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. നമുക്ക് ആരാ ഈ പ്രത്യാശ നൽകിയത്? നമ്മൾ അതേ റോമാലേഖനം 15-ാം അധ്യായം. ഞാൻ ഒരു വാക്കോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. റോമർ 5:13 വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. ആരാണ് നമുക്ക് പ്രത്യാശ നൽകിയത്? ദൈവമാണ്. ഫോഴ്സ്ക്ക് പറയാൻ കഴിയാത്ത ദൈവം. നിൽക്കുക. ഒരിക്കലും ദൈവം എല്ലാത്തിലും വിശ്വസ്തനാണ്. അപ്പോൾ ഒരു വിശുദ്ധന് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ ദൈവത്തിൽ നിന്നും ജനിച്ച പ്രത്യാശയാണ്. ദൈവത്തിൽ നിന്നും ലഭിച്ച പ്രത്യാശയാണ്. എത്ര വിലപ്പെട്ടതല്ലേ? ദൈവം നമുക്ക് ആ പ്രത്യാശ തന്നില്ലേ? രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധന്മാരിലും ഈ പ്രത്യാശ കാര്യം ചെയ്യുന്നുണ്ട്, അല്ലെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് കേട്ടു. അപ്പോൾ എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. എന്തൊരു പ്രയോഗമാണെന്ന് ചിന്തിക്കേ. അപ്പോൾ നിങ്ങൾ പ്രത്യാശയിൽ എന്തായിരിക്കണം? സമൃദ്ധിയുള്ളവരായി തീരണം. ഈ പ്രത്യാശയിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ദരിദ്രരാകാൻ പാടില്ല, അല്ലെങ്കിൽ ബലഹീനരാകാൻ പാടില്ല. നിങ്ങൾ സമൃദ്ധിയുള്ളവരായിരിക്കണം. കാരണം ഇത് ദൈവം നമുക്ക് തന്ന പ്രത്യാശയാണ്. ഈ പ്രത്യാശയിൽ ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായും മറ്റെല്ലാവരെയും പോലെയുള്ള അനേക കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാവും. എന്നാൽ നമുക്കിന്ന് ഈ പ്രത്യാശയിൽ സന്തോഷിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രത്യാശ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോടും ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ യഥാർത്ഥമായും ഇങ്ങനെയൊരു പ്രത്യാശയോടുകൂടിയാണോ ജീവിക്കുന്നത്? നമ്മളെ കാണുന്നവർക്ക് നമ്മളൊരു പ്രത്യേക പ്രത്യാശയുള്ളൊരു ജനമായിട്ട്
എന്തായി പ്രത്യാശ? നമുക്കറിയാം, പിന്നെ നമ്മളെ എല്ലാവരെയും ഒന്നാക്കി നിർത്തുന്നതും ഈ പ്രത്യാശയാണെന്ന് എഫേസ്യർ 4:4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ 7 കൂട്ടം കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക പ്രത്യാശ, വീണ്ടെടുക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഏക പ്രത്യാശയാണ്. ആ പ്രത്യാശ ഏറെ താമസിയാതെ നമ്മുടെ അരുമനാഥൻ നമ്മളെ ചേർക്കുവാൻ വരും. അന്ന് കാഹളം ധനിക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. അത് ഈ തലമുറയിൽ നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ പ്രത്യാശ ഉണ്ടോ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ആ പ്രത്യാശ നമുക്കുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരുത്തില്ല. നമ്മളത് റോമാലേഖനം 5:5 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, വരത്തില്ല പ്രിയമുള്ളവരെ. കാരണം അത് ദൈവം തന്ന പ്രത്യാശയാണ്. ദൈവത്തിന് ഒരിക്കലും തൻ്റെ വാക്ക് മാറാൻ കഴിയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ എത്ര ശ്രേഷ്ഠതയുള്ളതാണ്! ആ പ്രത്യാശയിലാണോ ഇന്ന് നാം ജീവിക്കുന്നത്? നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവർ അത് സാക്ഷിക്കുവാനിടയാകണം. ഇവർ മറ്റുള്ളവരെ പോലെയല്ല, അവരെ എന്തോ മറ്റൊരു കാര്യം ഭരിക്കുന്നുണ്ട്. അതെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശ, നമുക്ക് കർത്താവിനെ സേവിക്കുന്നതിൽ, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ, ഈ സുവിശേഷം അറിയിക്കുന്നതിലൊക്കെ നമുക്ക് എന്ത് സന്തോഷമാണ്! കാരണം ഈ പ്രത്യാശ നമ്മളെ ഭരിക്കുന്നതുകൊണ്ടാണ്. എത്രയെല്ലാം പ്രതികൂലം ഉണ്ടായിട്ടും നമ്മളത് നിർത്താത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പ്രതികൂലങ്ങളെ വലുതായി കാണാത്ത എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവം നൽകിയ ഈ പ്രത്യാശ നിമിത്തമാണ്. അതുകൊണ്ട് നമ്മുടെ ആ പ്രത്യാശ അത് പൂർണ്ണമാകുവാൻ പോവുകയാണ്. അത് ഇനിയും താമസിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയോടുകൂടെ ഈ കർത്താവിനെ നമ്മൾ ഇതേ റോമാലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിൽ അതിൻ്റെ 24-25 വാക്യം വായിക്കുമ്പോൾ, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല. ഒരുവൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്ന എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതിനായി ക്ഷമയോടെ കാത്തിരിക്കുക. അതെ, നമുക്ക് വളരെ ക്ഷമയോടെ നമുക്ക് ആ പ്രത്യാശ പൂവണിയുവാൻ, അത് നിവർത്തിക്കപ്പെടുവാൻ നമുക്ക് കാത്തിരിക്കാം പ്രിയമുള്ളവരെ. എന്നാൽ നാം സന്തോഷിക്കണം. എന്തിൽ സന്തോഷിക്കണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യാശയിൽ സന്തോഷിക്കണം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യഥാർത്ഥമായിട്ടും ഈ പ്രത്യാശ നമ്മളെ ഭരിക്കുന്നുണ്ടോ? ഏത് ദുഃഖവേളയിലും എത്രമാത്രം അത് രോഗങ്ങളാകട്ടെ, രോഗങ്ങളിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ വിവിധ നിലയിലുള്ള ചിക്കൻ ഗുനിയ, അതുപോലെ തന്നെ ഇപ്പോൾ വന്ന കൊറോണ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായി. എന്നാൽ അവിടെയെല്ലാം എനിക്ക് എൻ്റെ കർത്താവിനെ എത്രയും വേഗം കാണാമല്ലോ എന്നുള്ള ആ സന്തോഷത്താൽ ഞാൻ വാസ്തവമായിട്ടും മരണത്തെക്കുറിച്ച് ഒരിക്കലും ഒരു ഭയം ഉണ്ടായില്ല കേട്ടോ. വളരെ സന്തോഷവാനായിരുന്നു, വളരെ സന്തോഷവാനായിരുന്നു. ഏത് കഷ്ടത്തിലും പ്രതികൂലത്തിലും സന്തോഷിക്കുവാൻ കർത്താവ് ഈ പ്രത്യാശയുള്ളവർക്ക് സഹായിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യാശയിൽ സന്തോഷിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹങ്ങൾ അറിയിക്കുന്നു. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.